പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. രാഹുലിനെതിരായ പരാതിയിൽ അതിജീവിതയുടെ മൊഴി വിവരങ്ങൾ പുറത്ത്. രാഹുൽ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു. ബംഗളൂരുവിൽ നിന്ന് രാഹുലിന്റെ സുഹൃത്താണ് മരുന്നെത്തിച്ചത്. മരുന്ന് കഴിച്ചെന്ന് വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഉറപ്പുവരുത്തി എന്നും അതിജീവിത മൊഴി നൽകി. അഞ്ജു ജയപ്രകാശ് ചേരുന്നു. ഇതിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജു, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വളരെ പ്രാകൃതമായ രീതിയിലാണ് ഈ ഗർഭഛിദ്രം നടന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന വാർത്തകളും തെളിവുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിനും അല്ലെങ്കിൽ പോലീസിനും കൈമാറിയിട്ടുണ്ട് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ ഇപ്പോൾ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. ക്ലിപ്പിലെ വിവരങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് രാഹുൽ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു. ഒപ്പം തന്നെ ബംഗളൂരുവിൽ നിന്ന് രാഹുലിന്റെ സുഹൃത്ത് മരുന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചത് വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഉറപ്പുവരുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തോട് ഇപ്പോൾ മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഈ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നോ എന്നുൾപ്പെടെയായിരുന്നു ഡോക്ടർ ഈ കാര്യവുമായി മരുന്ന് കഴിച്ചതുമായി ബന്ധപ്പെട്ട് കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിജീവിതയോട് ചോദിച്ചിട്ടുണ്ട്. സമാനമായിട്ടുള്ള സ്ഥിതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ മൊഴി പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 5.5 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത് എന്ന വിവരങ്ങൾ കൂടിയാണ് അർഷൻ പുറത്തേക്ക് വരുന്നത്. അതിനാൽ തന്നെ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ഈ മൊഴിയിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് ചുമത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം. അതിൽ വിശ്വാസവഞ്ചന കുറ്റം കൂടിയുണ്ട്. 20 പേജോളം വരുന്ന മൊഴിയാണ് പെൺകുട്ടിയുടേത്. അതാണ് ഇന്നലെ 5.5 മണിക്കൂറോളം ഇന്നലെ 5.5 മണിക്കൂറോളം പോലീസിന്റെ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ, അത് ഈ റൂറൽ എസ് പിക്ക് മുന്നിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ആ മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായി പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിൽക്കാൻ തന്നെ അദ്ദേഹം യോഗ്യനാണോ എന്നതാണ് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്വിച്ച് ഓഫ് ചെയ്ത് അദ്ദേഹം മുങ്ങിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുമ്പോഴും അദ്ദേഹത്തിനായിട്ടുള്ള പ്രതിക്കായിട്ടുള്ള എല്ലാവിധ നേരത്തെ തന്നെ ഈ അതിജീവിതയുടെ ഈ മൊഴിക്കപ്പുറത്ത് അഞ്ജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതുമാത്രമല്ല ഈ വെളിപ്പെടുത്തലുകൾ എല്ലാം നേരത്തെ കുറേയേറെ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ ഇപ്പോഴത്തെ ഈ പോലീസിനുള്ള മൊഴികൊടുപ്പിൽ അത് പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ? അതോ ഇനിയിപ്പോൾ വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകും എന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കുവാനുണ്ടാകുമോ? എന്താണ് അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ? അർഷൻ, അതിൽ ചില കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേമം സ്റ്റേഷനിലാണ് ഈ കേസ്, വലിയമല സ്റ്റേഷനിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 0 FIR ആണ്. ഇനിയിപ്പോൾ നേമം സ്റ്റേഷനിലേക്ക് ഈ കേസ് രജിസ്റ്റർ ചെയ്യുക. കാരണം നേമം പരിധിയിൽ വെച്ചാണ് ഈ കുറ്റം നടന്നിരിക്കുന്നത് എന്നതാലാണ് നേമം സ്റ്റേഷനിലേക്ക് ഈ FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഈ യുവതിയുടെ രഹസ്യമൊഴി എടുക്കാനുള്ള അപേക്ഷ നെയ്യാറ്റിൻകര കോടതിയിൽ ഇന്ന് തന്നെ പോലീസ് അപേക്ഷ നൽകും എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അന്വേഷണ സംഘം ഉടൻ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം നടത്തും. പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം 1 മാസം മുമ്പാണ് ഇത് സംബന്ധിച്ച ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ചാറ്റിലെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് കിട്ടിയില്ലെങ്കിലും കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ സംഘം ഈ വിവരങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന എല്ലാ ഓഡിയോ സംഭാഷണങ്ങളും ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള ചാറ്റുകൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. ഇത് വെച്ചാണ് ഇപ്പോൾ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ